ശരിക്കും ഈ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വെച്ചേക്കുന്നത് എന്തിനാന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അഖിൽ മാരാർ ശോഭ വിശ്വനാഥ് തമ്മിലുള്ള ഫൈറ്റ്, ടോം ആൻഡ് ജെറി ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു, വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. ശോഭ ചേച്ചിയുടെ ഡ്രസ്സാണ് അഖിൽ മാരാർ സ്വിമ്മിംഗ് പൂളിലേക്ക് എറിയുന്നത്. സ്വിമ്മിംഗ് പൂളില് ചാടുന്നത് പോലെ ഒരു പണിഷ്മെന്റ് പോലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ഡ്രസ്സുകൾ ഇല്ലായിരുന്നു ആദ്യത്തെ 1-2 ആഴ്ച. അവര് ഭയങ്കര സ്ട്രഗിൾ ചെയ്തു. സ്വിമ്മിംഗ് പൂളിൽ മരിക്കാൻ പോയ മത്സരാർത്ഥി ആര് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. എക്സ്ക്ലൂസീവ് ടോപ്പിക്കാണ്. പക്ഷെ ഇങ്ങനെ ഒരു സത്യം ആ ബിഗ് ബോസ് ഹൗസിൽ നടന്നിരുന്നു. ആക്ച്വലി പുറത്തു വിട്ടിട്ടില്ല. സ്വിമ്മിംഗ് പൂളിൽ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. തന്റെ പ്രണയം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട്, ആ പാർട്ട്ണറിനോട് പറഞ്ഞതിനെ തുടർന്ന് ആ സീസണിൽ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ റിലേറ്റ് ചെയ്തിട്ട് ഒന്നും തന്നെ കേട്ടിട്ടുമില്ല. ഇനി ഒരു റിസ്ക് എടുക്കണ്ട എന്നുള്ളത് കൊണ്ടാണോ? മലയാളം ബിഗ് ബോസ് സീസൺ 8 അധികം ആരും സംസാരിക്കാത്ത ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. മലയാളം ബിഗ് ബോസ് സീസൺസിലെ സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂളിന് എന്താ റെലവൻസ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് സ്വിമ്മിംഗ് പൂളിന് ഒരു റെലവൻസ് ഉണ്ട്. എല്ലാ സീസണിലും സ്വിമ്മിംഗ് പൂൾ ഒരു കോൺട്രവേഴ്സി ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല സീസണുകളിലും സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നത് പോലെ ഒരു പണിഷ്മെന്റ് പോലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ വീക്കെൻഡ് എപ്പിസോഡിൽ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിന് മലയാളം ബിഗ് ബോസ് സീസണുകളിൽ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ എന്താണ് ഈ സ്വിമ്മിംഗ് പൂളിലെ കണ്ടന്റ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ, മലയാളം ബിഗ് ബോസ് സീസൺസിൽ ഇതിനു മുന്നേ വന്ന പല സീസൺസിലും സ്വിമ്മിംഗ് പൂളിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രവേഴ്സീസ് പലതരത്തിലുണ്ട്. അതിൽ എനിക്ക് പറയാനുള്ള ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്, അധികം നിങ്ങൾ ആരും അറിയാത്തൊരു ടോപ്പിക്കാണ്. ഇതൊരു ശരിക്കും എക്സ്ക്ലൂസീവ് ടോപ്പിക്കാണ്. ഇത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു സത്യം ആ ബിഗ് ബോസ് ഹൗസിൽ നടന്നിരുന്നു. അത് ആക്ച്വലി പുറത്തു വിട്ടിട്ടില്ല, നിങ്ങൾ ആരും കണ്ടിട്ടും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം സ്വിമ്മിംഗ് പൂളിനെ ബേസ് ചെയ്തിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു സീസണിൽ, ഏത് സീസണാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല, പക്ഷെ കഴിഞ്ഞ ഒരു സീസണിൽ ഒരു മത്സരാർത്ഥി സ്വിമ്മിംഗ് പൂളിൽ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ആത്മഹത്യ എന്നുള്ള രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി അവർ പുറത്ത് വിട്ടില്ല. അതൊരു പ്രണയ നൈരാശ്യത്തെ തുടർന്നിട്ടാണ്. അതായത് തൻ്റെ പ്രണയം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട്, ആ പാർട്ട്ണറിനോട് പറഞ്ഞതിനെ തുടർന്ന് അവർ റിജക്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അത് പിന്നെ ബിഗ് ബോസ് ഒക്കെ ഇടപെട്ട് അത് തീർപ്പാക്കി എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു എപ്പിസോഡും ആ ഒരു പോർഷനും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു കാര്യം ശരിക്കും നടന്നിട്ടുണ്ട്. അതൊരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വിമ്മിംഗ് പൂൾ എപ്പോഴും ബിഗ് ബോസിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. ബിഗ് ബോസിന്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ കണ്ടന്റ് മേക്കറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എനിക്ക് തോന്നുന്നു സീസൺ 2 രജിത് സാറിന് ഉൾപ്പെടെ അവിടെ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ തെന്നി വീണ് ഒക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കോൺട്രവേഴ്സികൾക്കൊക്കെ അപ്പുറത്ത് ഈ ബിഗ് ബോസ് വീടിന്റെ ഇന്റീരിയറിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് എന്ന് വേണം പറയാൻ. കാരണം ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ എങ്ങനെയാണ്, അതിലൊരു സ്പെഷ്യൽ എലമെന്റ് തന്നെയാണ് ഈ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത്. ഏത് ഏരിയയിലായിരിക്കും ഇപ്രാവശ്യം സ്വിമ്മിംഗ് പൂൾ, എത്ര ഹൈറ്റ് ഉണ്ട്, ഏത് രീതിയിലാണ് അതിന്റെ എന്താ പറയാ, അത് പണിയുന്ന രീതി എങ്ങനെയായിരിക്കാം, ഇതൊക്കെ ഏത് ഷേപ്പായിരിക്കാം. ഓരോ സീസണിലും നമ്മൾ കാണുന്ന സ്വിമ്മിംഗ് പൂളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കുറച്ചും കൂടെ വലുതുണ്ട്, ചെറുതുണ്ട്, അങ്ങനെ പല രീതിയിലും ഈ പൂൾ വിശേഷങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ എന്തായാലും ഒരു കോൺട്രവേഴ്സി എല്ലാ സീസണിലും അതൊരു ട്രേഡ് മാർക്കായിട്ട് തന്നെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ കാണാനും പ്രേക്ഷകർക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിൻ്റെ വീടിൻ്റെ ഉള്ളിലെ എലമെന്റ്സ് അത്രയും നല്ലതായതുകൊണ്ടും അവർ അത്രയും ഗംഭീരമായിട്ടാണ് അത് പണിയുന്നത് എന്നുള്ള ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. ഇപ്രാവശ്യം സ്വിമ്മിംഗ് പൂൾ ഉണ്ടാകുമോ എന്ന് വരെ നമുക്ക് സംശയമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ സ്വിമ്മിംഗ് പൂളിലെ കോൺട്രവേഴ്സീസിൽ ആദ്യത്തെ കോൺട്രവേഴ്സി ഞാൻ പൊട്ടിച്ച സ്ഥിതിക്ക് രണ്ടാമത്തെ കോൺട്രവേഴ്സി അത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. അഖിൽ മാരാർ ശോഭ വിശ്വനാഥ് തമ്മിലുള്ള ഫൈറ്റ്. നമുക്കറിയാം സീസൺ 5 അഖിൽ മാരാർ ശോഭ വിശ്വനാഥ് തമ്മിലുള്ള ഒരു എന്താ പറയുക, ടോം ആൻഡ് ജെറി ഗെയിം ഒക്കെ ഉണ്ടായിരുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൽ തന്നെ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ ഇവർ തമ്മിൽ ഉണ്ടായ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഇവർ ഡ്രസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ശോഭ ചേച്ചിയുടെ ഡ്രസ്സാണ് അഖിൽ മാരാർ സ്വിമ്മിംഗ് പൂളിലേക്ക് എറിയുന്നത്. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടും കുറേ പ്രശ്നങ്ങളും വെർബൽ സ്പാറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ സീസൺസിലും ഈ സ്വിമ്മിംഗ് പൂൾ ഒരു ഇമ്പോർട്ടൻറ്റ് വിഷയം തന്നെയാണ്. ഒന്നില്ലെങ്കിൽ വേറൊരു രീതിയിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് എല്ലാവരും തന്നെ എത്തിപ്പെടുന്നുണ്ട് അവസാനം എന്നുള്ളതാണ്.
എല്ലാ വിന്നേഴ്സിൻ്റെ ബാക്കിലും ഈ പറയുന്ന സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു കഥ എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് അവർക്ക് പറയാനും ചെയ്യാനും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ കോൺട്രവേഴ്സി അല്ലാണ്ടും എനിക്ക് തോന്നുന്നു ഈ ആ ഹൗസ് മെമ്പേഴ്സ് തന്നെ കുറേ ടൈമൊക്കെ സ്വിമ്മിംഗ് പൂളിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. അവരുടെ എനിക്ക് തോന്നുന്നു അവർക്ക് വേറെ എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതിനാൽ അവർ ഒരു ക്വാളിറ്റി ടൈമായിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവിടെ ഇരുന്ന് അവർ വർത്താനം പറയുക, ഗെയിംസ് കളിക്കുക, സ്വിമ്മിംഗ് മത്സരങ്ങൾ നടത്തുക, അങ്ങനത്തെ പല കാര്യങ്ങളും ഇവർ സ്വിമ്മിംഗ് പൂളിൽ ശരിക്കും പറഞ്ഞാൽ അവർ നടത്താറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും നമ്മൾ 24 hours വന്നതിന് ശേഷമാണ് അതൊക്കെ കാണാൻ തുടങ്ങിയത്. പക്ഷെ അതിന് മുന്നേ ഒന്നും അതൊന്നും നമുക്ക് കാണുന്നുണ്ടായില്ല. അധികം കട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം ലാലേട്ടൻ നമ്മളെ ബിഗ് ബോസിൽ പണിഷ്മെന്റ് കൊടുത്തായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടിയിട്ട്. നമ്മളെ റംസാനാണ് ആ പണിഷ്മെന്റ് കൊടുത്തത്. ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അങ്ങനെ ഒരു പണിഷ്മെന്റ് കൊടുത്ത ചരിത്രവും സ്വിമ്മിംഗ് പൂളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത് റെലവെന്റ് എന്ന് ഉള്ള പോയിന്റ്, സ്വിമ്മിംഗ് പൂളിൽ മരിക്കാൻ പോയ മത്സരാർത്ഥി ആര് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അതിൽ നിങ്ങൾക്ക് ഗസ്സുകൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. പക്ഷെ ഞാൻ ഇപ്പൊ തൽക്കാലം അത് പുറത്ത് വിടുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യം. അത് ഒരു ബോംബ് പോലെ ഞാൻ പൊട്ടിച്ചു. ലാസ്റ്റിൽ നിങ്ങൾ കണ്ടിരുന്നു സ്വിമ്മിംഗ് പൂളിൽ ലക്ഷ്മിപ്രിയ വീണിട്ട് നീന്താൻ പറ്റാത്ത രീതിയിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കി. അത് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നേക്കാം, മരിക്കാൻ പോയ മത്സരാർത്ഥി ആരായിരിക്കും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ പേര് നിങ്ങൾ ഉദ്ദേശിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതല്ല. കാരണം ലക്ഷ്മിപ്രിയ ചേച്ചിയുടെ എപ്പിസോഡ്സ് നമ്മൾ കണ്ടതാണ്. അന്ന് പൂളിൽ അറിയാണ്ട് വീണിട്ട് നീന്താൻ പറ്റാതെ വന്ന് പിന്നെ നമ്മളെ ഹൗസ് മെമ്പേഴ്സ് വന്ന് എടുത്തോണ്ട് പോയി, ഡോക്ടേഴ്സ് വന്ന് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി ട്രീറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. സ്വിമ്മ് ചെയ്യാൻ അറിയില്ലാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ലക്ഷ്മിപ്രിയ ചേച്ചി അല്ല എന്ന് ഞാൻ പറയാൻ കാരണം ചേച്ചിയുടെ ഔട്ട് എപ്പിസോഡായിട്ട് നമ്മൾ കണ്ടതാണ്. ഇത് വേറൊരു കോൺട്രവേഴ്സിയാണ്. അതൊരു സീക്രട്ടായിട്ട് തന്നെ നിലനിൽക്കട്ടെ. എന്താണ് ആ സീക്രട്ട്, ആരൊക്കെയായിരിക്കും ആ സീക്രട്ടിൻ്റെ ബിഹൈൻഡിൽ ഉള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞു നോക്കുക. എന്തായാലും ആൻസർ ഞാൻ റിവീൽ ചെയ്യുന്നില്ല, കാരണം അതെല്ലാം പാസ്റ്റാണ്, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി സ്വിമ്മിംഗ് പൂളിനെ റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ഏകദേശം എല്ലാ എപ്പിസോഡ്സിലും സ്വിമ്മിംഗ് പൂളിനെ റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എല്ലാ സീസൺസിലും സ്വിമ്മിംഗ് പൂളിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ വേറൊരു കോൺട്രവേഴ്സി ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ട് എന്നുള്ളതാണ്. കുറേ ഔട്ട് നമ്മൾ കാണുന്നുണ്ട്, കുറേയൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പം ഇതിൻ്റെ ബിഹൈൻഡും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ശരിക്കും ഈ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വെച്ചേക്കുന്നത് എന്തിനാന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അതൊരു ഭംഗിക്ക് വെച്ചേക്കണതാണോ, അല്ല ഒരു വീടിൻ്റെ ഭാഗമായിട്ട് ഒരു ലക്ഷറി ഫീലിന് വേണ്ടിയിട്ട് വെച്ചതാണോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന 25 മത്സരാർത്ഥികൾക്കും അവിടെ ഭയങ്കരമായ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായ പ്രഷറാണ് അവർക്കുള്ളത്. മാനസികമായും ശാരീരികമായും ഒക്കെ അവർക്ക് പലതരത്തിലുള്ള പ്രഷറുകളുണ്ട്. അവർക്ക് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടാസ്കുകളുണ്ട്. അപ്പോൾ അവർ ഫിസിക്കലി ഭയങ്കര ടയേർഡായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും. ഫോണില്ല, TV ഇല്ല, ഒന്നുമില്ല. അവർക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന തല്ലുകളും അല്ലെങ്കിൽ ഈ പറയുന്ന തമാശകളും ഗെയിമുകളും അതൊക്കെയാണ് അവരുടെ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. കുക്കിങ്ങും അടുക്കളയിലെ പാട്ടുകളും ഇതൊക്കെയാണ് അവരുടെ എൻ്റർടൈൻമെൻറ്റ്സ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ വേറെ അതല്ലാതെ ബിഗ് ബോസിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവരവിടെ കൊണ്ടുവരുന്നത്. കാരണം ഇത്രയും ഫിസിക്കലിയും മെൻ്റലിയും ഡ്രെയിൻഡ് ആകുന്ന കണ്ടസ്റ്റൻസിന് ഒരു ആശ്വാസമായിക്കോട്ടെ, അവരെ ഫ്രണ്ട്സായിട്ട് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. അവർക്ക് അവിടെയും ഗെയിംസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വിമ്മിങ് ഗെയിംസും കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെയും സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കണം ബിഗ് ബോസ് അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നിട്ടുണ്ടാവുക. ആദ്യത്തെ സീസൺ മുതലേ സ്വിമ്മിംഗ് പൂളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ സീസണിൽ, അതായത് നമ്മളെ മലയാളം ബിഗ് ബോസ് സീസൺ 7 സ്വിമ്മിംഗ് പൂൾ നമ്മൾ കണ്ടിട്ടില്ല. അത് നിങ്ങളും ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സീസണിൽ നമ്മൾ സ്വിമ്മിംഗ് പൂള് റിലേറ്റ് ചെയ്തിട്ട് ഒന്നും തന്നെ കേട്ടിട്ടുമില്ല. ഒരു എപ്പിസോഡ്സിലും നമ്മൾ പൂളിൽ ആരും ഇറങ്ങുന്നത് കണ്ടിട്ടില്ല. അവിടെ ഒരു പൂളേ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും സീസണുകളിൽ ഞാൻ പറഞ്ഞ ഈ കോൺട്രവേഴ്സീസ് ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണോ, ഇനി ഒരു റിസ്ക് എടുക്കണ്ട എന്നുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ സീസൺ 7 ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലൊരു വ്യത്യാസം തന്നെയായിരുന്നു. കാരണം അവർക്ക് ഡ്രസ്സുകളില്ലായിരുന്നു. ആദ്യത്തെ 1-2 ആഴ്ച അവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു. ഇട്ട ഡ്രസ്സ് തന്നെ വെച്ചിട്ട് ഡ്രസ്സുകൾ കിട്ടണമെങ്കിൽ അവർക്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു സീസൺ 7 ബാക്കിയുള്ള 6 സീസണുകളെക്കാളും ഭയങ്കര വ്യത്യസ്തമായിരുന്നു. അവരൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു.
അതുകൊണ്ടായിരിക്കാം, അതിലൊരു ട്വിസ്റ്റ് ആയിരിക്കാം ഈ പറയുന്ന സ്വിമ്മിംഗ് പൂൾ ഇല്ലാത്തത്. ചിലപ്പോൾ കണ്ടസ്റ്റൻസ് അതൊക്കെ പ്രതീക്ഷിച്ച് പോയ കണ്ടസ്റ്റൻസ് നിരാശരായിട്ടുണ്ടാവും. സ്വിമ്മിംഗ് പൂൾ എന്തുകൊണ്ടില്ല ആ സീസണിൽ. അപ്പം ഞാൻ ഈ പറഞ്ഞ കോൺട്രവേഴ്സികളൊക്കെ മുൻകൂട്ടി കണ്ടിട്ടും ഇത്രയും സീസണുകളിൽ എല്ലാ സീസണുകളിലും ഇതൊരു ടോപ്പിക് തന്നെ ആയതുകൊണ്ടും ഒക്കെ എനിക്ക് തോന്നുന്നു സ്വിമ്മിംഗ് പൂൾ ഒരു ഡിസ്കഷൻ തന്നെയായിരുന്നു. കാരണം നമ്മളെ ഇപ്പോൾ ഈ ബിഗ് ബോസ് കാണുന്ന ഓഡിയൻസിൽ പലവരും അത്രയും ഫോർവേഡായി ചിന്തിക്കുന്നവരല്ല. മലയാളി ഓഡിയൻസ് ആണ്, ഫാമിലി ഓഡിയൻസ് ആണ് കൂടുതൽ. എനിക്ക് തോന്നുന്നു ഒരു സീസണിൽ ബിഗ് ബോസിൽ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ ഒരു കണ്ടസ്റ്റൻസിന്റെ വസ്ത്രധാരണമായി വരെ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ എല്ലാ സീസണിലും സ്വിമ്മിംഗ് പൂൾ ഒരു കോൺട്രവേഴ്സിയിൽ നിൽക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടായിരിക്കാം ഇപ്രാവശ്യം ബിഗ് ബോസ് അങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ടില്ല. അതായത് സീസൺ 7 കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസ് അങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ടില്ല. ഇനി ഇപ്രാവശ്യം അങ്ങനെ ഒരു റിസ്ക് എടുക്കുമെന്നും നമുക്ക് അറിയില്ല. കാരണം കഴിഞ്ഞ സീസണിൽ ഉണ്ടായില്ല. അപ്പോൾ ഈ സീസണിലും ചിലപ്പോൾ സ്വിമ്മിംഗ് പൂളിന് റെലവൻസ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാകാം. ചിലപ്പോൾ സ്വിമ്മിംഗ് പൂളിന്റെ ബേസ് ചെയ്ത് തന്നെ ഒരു ടാസ്കും കൊടുത്തേക്കാം. ഇതൊക്കെ നമുക്ക് ബിഗ് ബോസ് ശരിക്കും ഒരു അൺപ്രഡിക്റ്റബിൾ ഷോ ആണ്. നമുക്ക് അറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ബിഗ് ബോസ് കാണാൻ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും എക്സൈറ്റ്മെന്റ് എന്ന് എനിക്കറിയാം. ഓരോ ദിവസവും എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല. ലാലേട്ടൻ വരുന്ന എപ്പിസോഡ്സിൽ എന്താ നടക്കണേന്ന് അറിയില്ല, ഒന്നും നമുക്ക് അറിയില്ല. അപ്പൊ ഈ അറിവില്ലാത്ത ഒരു അൺസർട്ടനിറ്റിയാണ് ബിഗ് ബോസിനെ പ്രേക്ഷകരുടെ മുമ്പിൽ പിടിച്ചു നിർത്തുന്നത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്രാവശ്യം മലയാളം ബിഗ് ബോസ് സീസൺ 8 സ്വിമ്മിംഗ് പൂൾ ഉണ്ടാകുമോ, ഉണ്ടായാൽ എന്തൊക്കെ കോൺട്രവേഴ്സീസ് ഉണ്ടാകും എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും എൻ്റെ പ്രഡിക്ഷൻ അനുസരിച്ച് ഇപ്രാവശ്യം സീസണിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിക്കാണാം.